നമസ്കാരം. വാണിജ്യ ലോകത്തെ നിർണായകമായ ഒരു വർഷം 2014 കടന്നുപോവുകയാണ്. ലോകവിപണികൾ ക്ലോസിംഗ് ബെൽസിലേക്ക് എത്തുന്നു. 2014 എന്ന വാണിജ്യ വർഷത്തെ വിലയിരുത്തുന്ന പ്രത്യേക പരിപാടി ക്ലോസിംഗ് ബെൽസിലേക്ക് സ്വാഗതം. വർഷാവസാനം, അതായത് ഡിസംബറിന്റെ മണിനാദം മുഴങ്ങുന്നത് വിപണികളിലും എന്നും ശിശിരകാലത്തായിരുന്നു. പുഷ്ടിയോടെ നിന്ന ഇലകളും പൂക്കളും കൊഴിഞ്ഞു തുടങ്ങുന്ന കാലം. എന്നാൽ ഇന്ത്യൻ വിപണികളിൽ നിന്നും കൊഴിഞ്ഞു തുടങ്ങിയ സമൃദ്ധിയുടെ ഇലകൾ പക്ഷേ ഋതുമാറി ശിശിരത്തിൽ തന്നെ വീണ്ടും തളിർത്ത് പൂത്തു തുടങ്ങുന്ന കാഴ്ചയോടെയാണ് 2014 പടിയിറങ്ങുന്നത്. സാമ്പത്തിക രംഗത്ത് നിർണായകമായ മാറ്റങ്ങൾ സംഭവിച്ച വർഷമെന്ന് മാത്രമാകും ചരിത്രം 2014 അടയാളപ്പെടുത്തുക. അടുത്ത കാലങ്ങളിൽ കണ്ടതിൽ ഏറ്റവും നല്ല വർഷം 2014 ഇന്ത്യൻ സാമ്പത്തിക രംഗം ഇങ്ങനെ വിലയിരുത്തേണ്ടി വരും. നരേന്ദ്രമോദി എന്ന വ്യക്തിപ്രഭാവത്തെ മുൻനിർത്തി ഇന്ത്യൻ വിപണികൾ നടത്തിയ അസാധാരണ മുന്നേറ്റവും വിപണികൾ കുറിച്ച നിരവധി റെക്കോർഡുകളുമാണ് 2014 പ്രധാന ആകർഷണം. 2013 അവസാന മാസങ്ങളിൽ തന്നെ നരേന്ദ്രമോദിയെ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നു. ഇത് ഇന്ത്യൻ വിപണികളിലും ഒരു മുന്നേറ്റത്തിന്റെ തുടക്കമായിരുന്നു. 2014 തുടക്കത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതലാണ് വിപണികളിൽ പ്രത്യക്ഷമായ മാറ്റങ്ങൾ പ്രതിഫലിച്ചു തുടങ്ങിയത്. ഈ സംസ്ഥാനങ്ങളിൽ BJP വൻ മുന്നേറ്റം നടത്തുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളോടെയായിരുന്നു വിപണികളിൽ സർക്യൂട്ടുകൾ ഭേദിച്ച കൊടുങ്കാറ്റിന്റെ തുടക്കം. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുമെന്നും വിപണികൾക്ക് ഗുണകരമാകുന്ന നിരവധി തീരുമാനങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നും ഉറപ്പായ സെമി ഫൈനൽ റിസൾട്ടുകൾ സെൻസെക്സിലും നിഫ്റ്റിയിലും 8% ഉയർച്ചയും പുതിയ റെക്കോർഡുകളും കൊണ്ടുവന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് നടന്ന ദിവസങ്ങളിലും ഫലപ്രഖ്യാപന ദിവസങ്ങളിലും തുടങ്ങി സത്യപ്രതിജ്ഞാ ദിവസം വരെ തുടർന്ന റാലി. എന്നാൽ പ്രതീക്ഷകളായി മാത്രം അവശേഷിക്കുമോ എന്ന ഭയത്താൽ മോദി സർക്കാരിന്റെ ആദ്യ റെയിൽവേ ബജറ്റിലും യൂണിയൻ ബജറ്റിലും വിപണികൾ തകർന്നടിയുകയാണുണ്ടായത്. പക്ഷേ വീണ്ടും വിപണികൾ തിരിച്ചുകയറി. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സെൻസെക്സിലുണ്ടായത് 30% വർധന. അതായത് സാമ്പത്തിക സ്ഥിതിയെ നിശ്ചയിക്കുന്ന GDP വളർച്ചാ നിരക്കും കറണ്ട് അക്കൗണ്ട് കമ്മിയും ധനക്കമ്മിയും റവന്യൂ കമ്മിയും വ്യാവസായിക ഉൽപാദനവും വിലപ്പെരുപ്പവും ഒന്നും ആശ്വാസകരമല്ലാത്ത സമയത്തും സെൻസെക്സ് എന്ന മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചിക 6000 പോയിന്റിന്റെ നേട്ടമുണ്ടാക്കി. നിഫ്റ്റിയും ഒരു വർഷത്തിൽ 30% നേട്ടത്തിലെത്തി. 68 രൂപ 80 പൈസയെന്ന ഗർത്തത്തിൽ നിന്നും കരകയറിയ രൂപ 63 പരിസരങ്ങളിൽ വർഷാന്ത്യം വരെ നിലയുറപ്പിച്ചു. ആഗോള നിക്ഷേപകർക്കായി ചുവപ്പ് നാടുകൾ അഴിച്ചുമാറ്റി ചുവപ്പ് പരവതാനി വിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ നടത്തിയ മേക്ക് ഇൻ ഇന്ത്യ നിക്ഷേപ സംഗമം, ബ്രിക്സ് അംഗരാജ്യങ്ങൾ ചേർന്നുള്ള ബ്രിക്സ് ബാങ്കിന്റെ രൂപീകരണം എന്നിവയും ഓഹരി വിപണികളിൽ കുതിപ്പിനുള്ള ഇന്ധനമായി. ബാങ്കിംഗ് ഓഹരികളുടെ കരുത്തായിരുന്നു വിപണികൾക്ക് ഊർജ്ജം നൽകിയത്. ആക്സിസ് ബാങ്ക് ഓഹരികൾ വർഷത്തിൽ 94%, ഇൻഡസിൻഡ് ബാങ്ക് 88% നേട്ടമുണ്ടാക്കി. SBI ഓഹരികൾ 74% മൂല്യനേട്ടം കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ ആലസ്യം വിട്ടുണർന്ന ഓട്ടോമൊബൈൽ ഓഹരികളും നേട്ടങ്ങളും റെക്കോർഡുകളും സൃഷ്ടിച്ചു. 88% മൂല്യവർദ്ധനയോടെയാണ് മാരുതി സുസുക്കി പുതിയ വർഷത്തെ വരവേൽക്കുന്നത്. പലിശ നിരക്കുകൾ ഉടൻ ഉയർത്തില്ലെന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ നിർണായക പ്രഖ്യാപനങ്ങളും ആഗോള വിപണികളിൽ ആദ്യമധ്യാന്തം ദീപാവലി ഉത്സവം സമ്മാനിച്ചു. (2010 മുതൽ 2014 തുടക്കം വരെ അസംസ്കൃത എണ്ണവിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബാരലിന് $110 പരിസരത്തായിരുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില. എന്നാൽ ആവശ്യം കുറയുകയും അമേരിക്ക ഷെയിൽ ഗ്യാസ് ഉൽപ്പാദനം കൂട്ടിയതും മാത്രം കാരണങ്ങൾ അവശേഷിപ്പിച്ച് വർഷത്തിന്റെ കൃത്യം പകുതിയോടെ ക്രൂഡ് ഓയിൽ വില പിടിവിട്ട് താഴേക്ക് പതിച്ചു തുടങ്ങി. അങ്ങനെ എണ്ണവില കുത്തനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്രോളിയം കയറ്റുമതിക്കാരായ ഒപെക് രാജ്യങ്ങൾ യോഗം ചേർന്നു. പക്ഷേ ഒപെക് സെക്രട്ടറി ജനറൽ അബ്ദുള്ള സലേം എൽ ബരാദി യോഗത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു: The world economy, which contains supply and demand and stocks and the whole situation. And we debate this, of course. Took us about 2-3 hours to debate the situation. At the end, the conference decided that we will keep the 30 million barrel as our production for the coming 6 months. വില ഇനിയും കുറഞ്ഞാലും ഉൽപാദനം കുറയ്ക്കാൻ തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന എൽബരാദിയുടെ വാക്കുകൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. സ്വന്തമായി ഷെയിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന അമേരിക്ക പോലും ഞെട്ടി. കാരണം ഒരു ബാരൽ ഷെയിൽ ഗ്യാസ് ലാഭകരമായി ഉൽപ്പാദിപ്പിക്കാൻ $70 ചെലവാകും. പിന്നെ ക്രൂഡ് ഓയിൽ വില ഒരു മൂക്കും കുത്തിവീഴലായിരുന്നു. ദിവസവും $2, $3, $5 താഴേക്ക് പതിച്ച് 60-ന്റെയും പടികടന്ന് ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തി. എണ്ണക്കയറ്റുമതിയെ ആശ്രയിച്ചു കഴിയുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക നില പരിങ്ങലിലായി.
ബാരലിന് ഓരോ ഡോളർ വില കുറയുമ്പോഴും 200 കോടി രൂപയുടെ നഷ്ടം റഷ്യൻ സാമ്പത്തിക സ്ഥിതിയിലുണ്ടായി. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും യുക്രൈന്റെ പേരിലുള്ള ഉപരോധം കൂടിയായപ്പോൾ റഷ്യ വീണ്ടും തളർന്നു. വർഷത്തിൽ ഏറ്റവും അധികം തകർന്ന കറൻസിയായി റൂബിൾ വിലയിരുത്തപ്പെട്ടു. വെനസ്വേലയും തകരുന്ന എണ്ണവിലയിൽ കിതച്ചു തുടങ്ങി. 1980 മറക്കാതിരിക്കാനാണ് സൗദി ഈ തീരുമാനം കൈക്കൊണ്ടത്. 1980-ൽ എണ്ണവില കുറഞ്ഞപ്പോൾ ഉൽപ്പാദനം കുറയ്ക്കാൻ തീരുമാനിച്ച സൗദിക്ക് നഷ്ടമായത് വലിയൊരു ശതമാനം വിപണി വിഹിതമായിരുന്നു. ധാരാളം വിദേശ പണമുള്ള സൗദിയെ ഈ പ്രതിസന്ധി ഇപ്പോഴും ബാധിച്ചിട്ടില്ലെന്ന് അതിശയോക്തിയില്ലാതെ പറയാം. പക്ഷേ വർഷങ്ങളുടെ പ്രതിസന്ധിക്ക് ശേഷം തിരിച്ചുവരുന്ന ഇറാനെ വിലയിടിവ് വല്ലാതെ ഉലച്ചു. വിലപ്പെരുപ്പത്തിന്റെ കരാളഹസ്തങ്ങളിൽ പിടയുകയായിരുന്ന ഇന്ത്യയേക്കാൾ അധികമായി നരേന്ദ്രമോദി സർക്കാരിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യമായി വേണം എണ്ണവിലയിടിവിനെ കണക്കാക്കാൻ. ഇറാഖ്, സിറിയ, യുക്രൈൻ യുദ്ധങ്ങൾ വരുത്തിവെച്ച എണ്ണവിലക്കയറ്റം ഏറ്റവുമധികം ബാധിച്ച രാജ്യങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇന്ത്യ. എന്നാൽ പിന്നീട് വന്ന എണ്ണവില തകർച്ച 2 അക്കത്തിൽ നിന്ന് വിലപ്പെരുപ്പ തോതിനെ 0-ലെത്തിച്ചു. GDP വളർച്ചയിൽ ഉയർച്ച നേടാൻ സഹായിച്ചു. ഫോറിൻ റിസർവിന്റെ ചോർച്ച കുറച്ചു. പക്ഷേ ക്രമേണ NRI നിക്ഷേപത്തെ വൻതോതിൽ ആശ്രയിക്കുന്ന ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ ഒഴുക്ക് എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലുണ്ടായ പ്രതിസന്ധിയെ തുടർന്ന് കുറഞ്ഞു. ഈ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയും കുറഞ്ഞു. അങ്ങനെ 1.7 എന്ന ആശ്വാസകരമായ തോതിലേക്ക് താഴ്ന്ന കറണ്ട് അക്കൗണ്ട് കമ്മി വീണ്ടും ഉയർന്നു തുടങ്ങി. എന്നിരുന്നാലും എണ്ണവില പകുതി കുറഞ്ഞിട്ടും വിലക്കുറവിന്റെ പ്രയോജനങ്ങൾ ഇനിയും സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ 2014-ൽ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പൊതുഗതാഗത സംവിധാനങ്ങളിലെ ടിക്കറ്റ് നിരക്കുകൾ പോലും കുറഞ്ഞില്ല. സ്വൈപ്പ്, സെലക്ട്, ഷോപ്പ് ഈ 3 വാക്കുകളിലേക്ക് ഷോപ്പിംഗ് എന്ന അനുഭവം ചുരുങ്ങുന്നതിന് 2014 സാക്ഷിയായി. ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനികളുടെ ബൂമാണ് 2014 കണ്ടത്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി ആലിബാബ ഓൺലൈൻ കമ്പനിയുടെ തലവൻ ജാക്ക് മാ മാറി. കോടീശ്വരന്മാരുടെ പട്ടികയിൽ മുൻനിരയിലേക്ക് .com കോടീശ്വരന്മാർ കടന്നു. സോഷ്യൽ മീഡിയകൾ ടോപ്പ് പെർഫോമിംഗ് കമ്പനികളായി വളർന്നു. രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ബ്രാൻഡ് വിവാഹമായി മിന്ത്ര, ഫ്ലിപ്കാർട്ട് ഒന്നാകലിനെ ലോകമാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടി. Saturday night, go club hopping, but dil kehta hai, let's do some shopping. Floral tops make me smile. Got my Myntra app on my mobile, and that is how you get your likes back. Swipe, select, shop. Download the Myntra app today. ഷോപ്പിംഗ് എന്ന ഉത്സവം വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയ വർഷമായിരുന്നു 2014. സ്മാർട്ട് ഫോൺ വിപ്ലവം അതിന്റെ പാരമ്യത്തിലെത്തിയതോടെ എന്തിനും ഏതിനും ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോകം തെരഞ്ഞെടുത്തു. പുസ്തകങ്ങൾ വാങ്ങാൻ മാത്രം ആമസോണിനെ ആശ്രയിച്ചിരുന്നവർ .com കമ്പനികളുടെ ബാഹുല്യത്തിൽ വിരൽത്തുമ്പിലൂടെ പച്ചക്കറികൾ പോലും വാങ്ങിത്തുടങ്ങി. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച മേഖലയും ഇ-കൊമേഴ്സ് തന്നെ. ലോകത്തിലെ ഒന്നാം നിര കമ്പനികളുടെ സ്ഥാനത്തുനിന്ന് മൈക്രോസോഫ്റ്റിനെ പിന്തള്ളി ആലിബാബയും ആമസോണും മുൻനിരയിലെത്തി. Google.com പ്രാതിനിധ്യം നിലനിർത്തി. വെറും 17 വർഷങ്ങൾ കൊണ്ട് ആലിബാബ എന്ന ഒരു ഇ-കൊമേഴ്സ് സ്ഥാപനത്തിലൂടെ ജാക്ക് മാ എന്ന ചൈനീസ് ചെറുപ്പക്കാരൻ ലോകത്തിലെ ഒന്നാമത്തെ വലിയ കോടീശ്വരനായി. ആമസോൺ മേധാവി ജെഫ് ബെസോസും ഫേസ്ബുക്ക് മേധാവി മാർക്ക് സുക്കർബർഗും കോടീശ്വരന്മാരുടെ പട്ടികയിൽ മുൻനിരയിലെത്തി. $19 ബില്യൺ ഫേസ്ബുക്ക് മെസ്സേജിംഗ് വമ്പനായ വാട്സാപ്പിനെ ഏറ്റെടുത്തത് പോയ വർഷത്തിലെ ഏറ്റവും വലിയ ഏറ്റെടുക്കലായി മാറി. ഇന്ത്യയിലും ഓൺലൈൻ ഷോപ്പിംഗ് കമ്പനികളുടെ വളർച്ച പെട്ടെന്നായിരുന്നു. ആമസോൺ എന്ന അമേരിക്കൻ കമ്പനിയോട് മത്സരിക്കാൻ ഫ്ലിപ്കാർട്ടും മിന്ത്ര ഫാഷൻ സ്റ്റോറും ഒന്നായി. ഇന്ത്യ 2014-ൽ കണ്ട ഏറ്റവും വലിയ ബ്രാൻഡ് വിവാഹമായിരുന്നു ഇത്. അങ്ങനെ സച്ചിൻ ബൻസാലിന്റെയും ബിന്നി ബൻസാലിന്റെയും ഫ്ലിപ്കാർട്ട് ഡയറക്ടർ ബോർഡിലേക്ക് മുകേഷ് ബൻസാലും എത്തി. $200 കോടി ആയിരുന്നു ഈ ബ്രാൻഡ് വിവാഹത്തിന്റെ സ്ത്രീധനം. Fresh fashion every day with over 500 brands only when you shop online at Myntra.com. കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന അമേരിക്കയുടെ ചോദ്യം ചെയ്യപ്പെടാനാവാത്തത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രാതിനിധ്യം തകർന്നു വീഴുന്നതിന് പോയ വർഷം സാക്ഷിയായി. ഒരു ഏഷ്യൻ രാജ്യത്തിന് മുന്നിൽ അമേരിക്ക തലകുനിച്ചു. ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രം എന്ന പട്ടം അഴിച്ച് ചൈനയ്ക്ക് നൽകേണ്ടി വന്നു. 16.5% വളർച്ച നേടി ചൈന ഒന്നാമതെത്തിയപ്പോൾ 16.3% GDP വളർച്ചയുമായി അമേരിക്ക 2ാം സ്ഥാനത്തേക്ക് ഒതുങ്ങി. പർച്ചേസിംഗ് പവർ പാരിറ്റി അഥവാ വാങ്ങൽ ശേഷിയുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയെ പിന്തള്ളി ചൈന ലോകത്തെ ഒന്നാമത്തെ സമ്പന്ന രാഷ്ട്രമായതായിരുന്നു 2014 ഞെട്ടിച്ച മറ്റൊരു സംഭവം.
$17.6 ട്രില്യൺ സാമ്പത്തിക ഉൽപ്പാദനവുമായി ചൈന ഒന്നാമതെത്തുമ്പോൾ $17.4 ട്രില്യൺ അമേരിക്ക രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ലോകബാങ്കും അന്താരാഷ്ട്ര നാണ്യനിധിയും പുറത്തുവിട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ചൈനയുടെ നേട്ടം സ്ഥിരീകരിച്ചത്. 1972 ബ്രിട്ടനെ പിന്തള്ളിയാണ് അമേരിക്ക ലോക സാമ്പത്തിക ശക്തി എന്ന പദവി സ്വന്തമാക്കുന്നത്. പിന്നീടിങ്ങോട്ട് ഒരു രാജ്യത്തിനും അമേരിക്കയെ മറികടക്കാനായിട്ടില്ല. എന്നാൽ 142 വർഷങ്ങൾക്ക് ശേഷം 2014 അതും സംഭവിച്ചു. 2019 ചൈനീസ് എക്കണോമി അമേരിക്കയേക്കാൾ 20% അധികം ഉയരത്തിലായിരിക്കുമെന്നാണ് ലോകബാങ്കിന്റെ ഇപ്പോഴത്തെ പ്രവചനം. അമേരിക്കൻ ഡോളറിന്റെ അന്താരാഷ്ട്ര മേൽക്കോയ്മ ഭാവിയിൽ കുറയാനുള്ള സാധ്യതയും ഇനി തള്ളിക്കളയാനാവില്ല. ചൈനയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ നിന്ന് ഡോളർ ഒഴിവാക്കാൻ ഇരു രാജ്യങ്ങളും ഇതിനോടകം തന്നെ കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഗൂഗിൾ ഗ്ലാസ് പോലെ വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളൊന്നും ഗൂഗിളിൽ നിന്നുണ്ടായില്ലെങ്കിലും 2014 ടെക്കി വർഷം തന്നെയായിരുന്നു. വലിയ സ്ക്രീനിലേക്ക് ആപ്പിൾ മാറിയതും കിറ്റ്കാറ്റിനേക്കാൾ മധുരത്തിൽ സാംസങ് ലോലിപോപ്പ് അവതരിപ്പിച്ചതും 2014 വിരൽത്തുമ്പത്തെത്തി. ഒരു ഗേ ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന ആപ്പിൾ സിഇഒ ടിം കുക്കിന്റെ വാക്കുകളായിരുന്നു ടെക് ലോകം പോയ വർഷം ഏറ്റവുമധികം ചർച്ച ചെയ്തത്. പക്ഷേ പ്രഖ്യാപനത്തിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ $700 ബില്യൺ വിപണി മൂല്യവുമായി ആപ്പിൾ ലോകത്തെ ഒന്നാം നമ്പർ കമ്പനിയായി ഉയർന്നതിനും 2014 സാക്ഷിയായി. ഐഫോൺ 6 എന്ന വലിയ സ്ക്രീൻ ഫോണുകളും പോയ വർഷത്തിൽ ആപ്പിൾ അവതരിപ്പിച്ചു. സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ടൈസണിൽ സാംസങ് ഫോണുകൾ പുറത്തിറക്കി. 2013 അവസാനം പുറത്തിറക്കിയ ആൻഡ്രോയിഡ് 4.4 കിറ്റ്കാറ്റിൽ നിന്നും ഗൂഗിൾ ലോലിപോപ്പ് എന്ന 5.1 ആൻഡ്രോയിഡ് മധുരം ടെക് ലോകത്തിന് വിളമ്പി. നോക്കിയ എന്ന് ടെക് ലോകം മൊബൈൽ ഫോണിനു പര്യായമായി ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ് നെയിം പൂർണ്ണമായും വിപണികളിൽ നിന്നും അപ്രത്യക്ഷമായി. പകരം മൈക്രോസോഫ്റ്റ് ലൂമിയ ഫോണുകൾ വിപണിയിലേക്ക് വന്നു. ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനങ്ങളും മൊബൈൽ ഹാൻഡ്സെറ്റ് നിർമ്മാണത്തിലേക്ക് കടന്നുവന്നു. ആമസോൺ ഫയർ എന്ന 3D സ്മാർട്ട് ഫോൺ വിപണികളിൽ തരംഗമായി. ഷിവോമി, ഓപ്പോ തുടങ്ങിയ ചൈനീസ് ബ്രാൻഡുകളെ ജനങ്ങൾ അംഗീകരിച്ച വർഷം കൂടിയായിരുന്നു 2014. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ സവിശേഷതകളുള്ള ഫോണുകൾ വിപണിയിലെത്തി. സാംസങ്ങിന് 2013 പ്രാതിനിധ്യം ഒരു പരിധിവരെ കുറഞ്ഞു. സെൽഫി ക്യാമറകൾക്ക് കൂടുതൽ തെളിച്ചം പകർന്ന് ഫോണുകൾ നിർമ്മിക്കാൻ മൊബൈൽ കമ്പനികൾ നിർബന്ധിതരായി. HTC ഡിസയർ ഐ എന്ന 12 MB റിയർ ക്യാമറയോടുകൂടിയ ഫോണുമായാണ് വിപണികളിൽ പുനഃപ്രവേശനം നടത്തിയത്. രണ്ടായിരത്തി വിപണിയേക്കാൾ സംഭവബഹുലമായിരുന്നു ആകാശം. മാർച്ച് 8 മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം സാങ്കേതികതയുടെ കണ്ണുവെട്ടിച്ച് ചോദ്യചിഹ്നമായി മറിഞ്ഞതു മുതൽ മറ്റൊരു കിങ്ഫിഷർ ദുരന്തം ഇന്ത്യൻ ആകാശത്ത് ആവർത്തിക്കുമെന്ന് പോലും കരുതപ്പെട്ട സ്പൈസ് ജെറ്റ് വരെ ആകാശ വിപണിയിൽ പ്രക്ഷുബ്ധമായിരുന്നു 2014 ആദ്യ അവസാനം. പ്രധാന വരുമാന മാർഗമായി ടൂറിസത്തെ ആശ്രയിക്കുന്ന മലേഷ്യയുടെ ആകാശത്തു നിന്നും 300ഓളം യാത്രക്കാരുമായി അപ്രത്യക്ഷമായ മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം അവശേഷിപ്പിച്ച ദുരൂഹതകൾ മലേഷ്യയുടെ എയർ സർവീസുകളുടെ വിശ്വാസ്യതയ്ക്ക് മേലുയർന്ന ചോദ്യചിഹ്നമായി മാറി. വർഷാവസാനത്തിൽ വീണ്ടും എയർ ഏഷ്യയ്ക്ക് സംഭവിച്ച ദുരന്തം കൂടിയായപ്പോൾ ആകാശ ദുരന്തങ്ങൾ മലേഷ്യയെ തകർത്തു തുടങ്ങി. അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിഭാഗം ഇന്ത്യയുടെ ആകാശ സുരക്ഷാ റാങ്ക് 1 നിന്നും 2 ഇടിച്ചതും പോയ വർഷത്തിന്റെ നഷ്ടങ്ങളിലൊന്നാണ്. എയർ ഇന്ത്യ 27 അംഗങ്ങളുള്ള UK കേന്ദ്രമായ സ്റ്റാർ അലയൻസിൽ പോയ വർഷം അംഗമായി. ജെറ്റ് അബുദാബിയിലെ എത്തിഹാദുമായി ചേർന്ന് ജെറ്റ് എത്തിഹാദ് സർവീസുകൾ ആരംഭിച്ചു. 2014 തുടക്കം സ്പൈസ് ജെറ്റിന്റെ പ്രതാപകാലമായിരുന്നു. We celebrate festivals the way they should be. And we let the festive spirits touch everyone around. We let our hair down when we rejoice. When we reach out to someone, we make sure they remember it for life.
നിരക്കുകൾ കുത്തനെ കുറിച്ച് മത്സരിക്കുന്ന എയർ സർവീസുകൾക്കിടയിൽ 1 രൂപയ്ക്ക് പോലും ടിക്കറ്റുകൾ പ്രഖ്യാപിച്ചായിരുന്നു സ്പൈസ്ജെറ്റ് വിപണി കൈയടക്കിയത്. ആഭ്യന്തര സർവീസുകളെല്ലാം സ്പൈസ്ജെറ്റിനെ പിന്തുടർന്ന് നിരക്കുകൾ കുത്തനെ കുറച്ചു. എന്നാൽ ടാറ്റ സൺസും മലേഷ്യൻ എയർലൈൻസുമായി ചേർന്നുള്ള എയർ ഏഷ്യ ഇന്ത്യയുടെ കടന്നുവരവ് സ്പൈസ്ജെറ്റിനെ പോലും ഞെട്ടിച്ചു. കൊച്ചി ബംഗളൂരു സർവീസിന് 500 രൂപ ടിക്കറ്റുകൾ വരെ നൽകിയ എയർ ഏഷ്യ ഇന്ത്യ 35% വിലക്കുറവ് ഓരോ സർവീസിനും നൽകി. വ്യോമയാന രംഗത്തെ നിരക്കിളവ് യുദ്ധത്തിന്റെ ദാരുണമായ ഇരയായി സ്പൈസ്ജെറ്റ് മാറുന്നതാണ് വർഷാവസാനത്തിൽ കണ്ടത്. എയർപോർട്ട് അതോറിറ്റിക്കും ഏവിയേഷൻ ഡയറക്ടറേറ്റിനും ഭീമമായ കടം. ശമ്പളം നൽകാൻ പണമില്ലാത്തതിനാൽ പൈലറ്റുമാർ കൂട്ടത്തോടെ രാജിവെച്ചു. 100-ൽ പരം സർവീസുകൾ പ്രതിദിനം മുടങ്ങി. ഓഹരിയിൽ ഒരൊറ്റ ദിവസം മാത്രം 18% വരെ മൂല്യമിടിഞ്ഞു. എയർപോർട്ടുകളിൽ ക്യാഷ് ആൻഡ് ക്യാരി സംവിധാനം ഏർപ്പെടുത്തി. പണം നൽകിയാൽ മാത്രം ഇന്ധനം ലഭിക്കുമെന്ന സ്ഥിതി വന്നു. മറ്റൊരു കിങ്ഫിഷർ ദുരന്തം കൂടി ഇന്ത്യൻ ആകാശത്ത് സംഭവിക്കുന്നു എന്ന സ്ഥിതിയിലേക്ക് വന്നപ്പോഴാണ് മുൻ പ്രൊമോട്ടറായ അജയ് സിംഗിന്റെ നാടകീയമായ ഇടപെടൽ സംഭവിക്കുന്നത്. $1200 കോടി സ്പൈസ്ജെറ്റിൽ നിക്ഷേപിക്കാൻ അജയ് സിംഗും അമേരിക്കൻ ആസ്ഥാനമായ JP മോർഗനും സന്നദ്ധതയറിയിച്ചു. അങ്ങനെ വീണ്ടും സ്പൈസ്ജെറ്റ് വിമാനങ്ങൾ ചുവന്ന ചിറക് വിരിച്ച് പറന്നു തുടങ്ങി. ടാറ്റയും സിംഗപ്പൂർ എയർലൈൻസും ചേർന്നുള്ള സംയുക്ത സംരംഭമായ എയർ സർവീസ് എയർ വിസ്താര എന്ന പേരിൽ ഇന്ത്യൻ ആകാശത്ത് പുതുവർഷാരംഭത്തിൽ തന്നെ പറന്നു തുടങ്ങുമെന്നും 2014 ഉറപ്പു നൽകി. സാമ്പത്തിക ബാധ്യതകളുടെയും ഓവർഡ്രാഫ്റ്റിന്റെയും കഥകളായിരുന്നു കേരളത്തിന്റെ സാമ്പത്തിക അന്തരീക്ഷത്തിൽ പോയ വർഷം നിറഞ്ഞുകേട്ടത്. കൊച്ചി മെട്രോയുടെ നിർമ്മാണ പുരോഗതിയും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും പോയ വർഷത്തിൽ കുറച്ച് ആശ്വാസം പകർന്നു. എങ്കിലും വരുമാനത്തിന്റെ സിംഹഭാഗവും ടൂറിസത്തിൽ നിന്ന് ലഭിക്കുന്ന കേരളത്തിന് സർക്കാരിന്റെ പുതിയ മദ്യനയം കനത്ത തിരിച്ചടിയാകുന്നതിനും കഴിഞ്ഞ വർഷം സാക്ഷിയായി. മദ്യനിരോധനം പ്രഖ്യാപിക്കാതെ മദ്യം കിട്ടാത്ത ഇടമെന്ന ധാരണ വളർത്തിയതിലൂടെ കേരള ടൂറിസം തകർച്ചയിലേക്ക് പോയ വർഷമായിരുന്നു കഴിഞ്ഞുപോയത്. മെൻഡസ് കമ്പനി നിർദ്ദേശിച്ച ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണം 1989 മുതൽ നേടിക്കൊടുത്ത ടൂറിസം വരുമാനത്തിന്റെ അളവിൽ ഗണ്യമായ കുറവുകൾ വന്നു തുടങ്ങി. വിദേശ ടൂറിസ്റ്റുകൾ രാജ്യത്തെത്തുന്നത് കുടിച്ചു പൂസാകാനല്ലെന്ന ദുർബലമായ വാദമുഖങ്ങൾ സർക്കാർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണത്തിന്റെ കൂടെ ബിയറും വൈനും കഴിച്ചു ശീലിച്ചവർക്ക് ഗോവ പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ളപ്പോൾ കേരളത്തിലെത്തി അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലെന്ന സത്യം മറന്നുപോയി. മദ്യനിരോധനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കേരളത്തെ 2 വിധത്തിൽ ബാധിച്ചു. ലങ്കയിലും ഗോവയിലും ഗുജറാത്തിലും ബംഗളൂരുവിലും ചെന്നൈയിലുമെല്ലാം ലഭ്യമാകുന്ന മദ്യം കിട്ടാത്ത സംസ്ഥാനമെന്ന കീർത്തി കേരളത്തിലെ ടൂറിസം വരുമാനത്തിന്റെ തോത് കുറച്ചു. ഇത് വരും വർഷത്തിലും വല്ലാതെ കുറയ്ക്കും. കുറഞ്ഞ ദിവസം താമസിച്ച് കൂടുതൽ ഡോളർ ചെലവഴിക്കുന്ന എക്കോ ഫ്രണ്ട്ലി എന്ന് പരക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ലെഷർ ടൂറിസ്റ്റുകളെ കേരളത്തിന് നഷ്ടമാകും. രണ്ടാമതായി കോൺഫറൻസ് ടൂറിസത്തിന്റെ മാപ്പിൽ നിന്നും ഭാവിയിൽ കേരളം അപ്രത്യക്ഷമാകും. മദ്യനയത്തിലെ മാറ്റം എങ്ങനെ കേരളത്തിന്റെ ടൂറിസം വരുമാനത്തെ ബാധിക്കുമെന്ന് പുതുവർഷത്തിൽ കാത്തിരുന്ന് കാണാം. കമ്മോഡിറ്റി വിലകളിൽ റബ്ബറിന്റെ വിലത്തകർച്ച മാറ്റി നിർത്തിയാൽ കുരുമുളകിന് സ്വപ്നവില നിലനിന്ന വർഷമാണ് 2014. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 110 രൂപയ്ക്ക് വരെ റബ്ബർ വില ഒരു ഘട്ടത്തിൽ കൂപ്പുകുത്തി. ടയർ കമ്പനികൾ റബ്ബർ സംഭരിക്കുമെന്ന ഉറപ്പും റബ്ബർ വിലയിൽ കാര്യമായ ചലനം സൃഷ്ടിച്ചില്ല. RSS-4ന് 130ഉം RSS-5ന് 120 രൂപയുമായി വില മാറിയെങ്കിലും റബ്ബർ കർഷകരുടെ ആശങ്കകൾക്ക് ഇത് പരിഹാരമായില്ല. 700 രൂപയുടെ പരിസരത്ത് നിന്ന കുരുമുളക് തന്നെയാണ് കേരള വിപണിയിലെ ഈ വർഷത്തെയും താരം. കഴിഞ്ഞ വർഷാവസാനത്തിൽ കിലോയ്ക്ക് 500 രൂപ കടന്ന കുരുമുളക് പിന്നീട് നേട്ടത്തിലേക്ക് ഉയർന്ന് ആ നേട്ടത്തിൽ തന്നെ നിലനിന്നു. ന്റെ ബിസിനസ് അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിപ്രഭാവങ്ങളെ കൂടി ഇനി കാണാം. ലോകത്തിലെ യുവജനങ്ങൾക്ക് ഏറ്റവും പ്രചോദനമേകിയ കോടീശ്വരൻ എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും ശരിയായ ഉത്തരമാണ് ആലിബാബ സ്ഥാപകൻ ജാക്മ. 17 വർഷങ്ങൾ കൊണ്ടാണ് ചൈനയിലെ ഒരു പാരലൽ കോളേജ് അധ്യാപകൻ ലോകത്തിലെ ഒന്നാമത്തെ കോടീശ്വരനായി വളർന്നത്. 2014 ബിസിനസ് ലോകത്തെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പേരും ജാക്മയുടേത് തന്നെ. വിരൽത്തുമ്പിലെ ബിസിനസ്സിലേക്ക് ലോകം വഴിമാറുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു കഴിഞ്ഞ വർഷം സംഭവിച്ച ആലിബാബ ഓൺലൈന്റെ IPO.
ഒരു ചൈനീസ് ഓൺലൈൻ കമ്പനിയുടെ അമേരിക്കൻ വിപണിയായ ന്യൂയോർക്ക് ഓഹരി വിപണിയിലേക്കുള്ള പ്രവേശം. IPO പ്രഖ്യാപിക്കുന്നതിനു മുൻപ് ലോകത്തിലെ 17ാമത്തെ കോടീശ്വരനായിരുന്ന ആലിബാബ സ്ഥാപകൻ മാസങ്ങൾക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി വളർന്നു. 29.7 ബില്യൺ US$ ജാക്മായുടെ ആസ്തി. 1999 ജോലിക്കായി ഒരുപാട് വാതിലുകൾ മുട്ടിത്തളർന്ന ജാക്മ ഒരു പാരലൽ കോളേജ് അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1999 തന്നെ ജാക്മ അയച്ച ഒരു ഇമെയിൽ സന്ദേശത്തിന് ലഭിച്ച 1000 മറുപടികളിൽ നിന്നും ജാക്മ മനസ്സിലാക്കിയ ഇന്റർനെറ്റിന്റെ അനന്ത സാധ്യതകളാണ് ഇന്ന് ആലിബാബ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ വ്യാപാര സ്ഥാപനമായി വളർന്നു പന്തലിച്ചു നിൽക്കുന്നത്. ഇന്ത്യൻ രൂപയുടെ രക്ഷകൻ എന്നാണ് 2013 റിസർവ് ബാങ്ക് ഗവർണർ രഘുറാം രാജനെ അടയാളപ്പെടുത്തിയതെങ്കിൽ കർക്കശക്കാരനായ സാമ്പത്തിക വിദഗ്ധൻ എന്ന വിശേഷണമാകും 2014 രഘുറാം രാജന് യോജിക്കുന്നത്. Governorship of the central bank is not meant to win one votes or Facebook likes, but I hope to do the right thing no matter what the criticism. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി താനെത്തുന്നത് വോട്ടുകൾക്ക് വേണ്ടിയോ കൂടുതൽ ഫേസ്ബുക്ക് ലൈക്കുകൾക്ക് വേണ്ടിയോ അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രഘുറാം രാജന്റെ മിൻ സ്ട്രീറ്റിലേക്കുള്ള പ്രവേശനം. 2013 സെപ്റ്റംബർ 4 രഘുറാം രാജൻ റിസർവ് ബാങ്കിന്റെ പടികടന്നെത്തുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ അതിന്റെ ഏറ്റവും മോശം നിലയിലായിരുന്നു. ഓഹരി വിപണികൾ തകർന്നടിഞ്ഞ് ഇന്ത്യൻ രൂപ 70ന്റെ പരിസരത്തേക്ക് മൂല്യം തകർന്ന് കമ്മികളുടെ കണക്ക് മാത്രം കേട്ട്. എന്നാൽ പിന്നീട് വാണിജ്യപത്രങ്ങളുടെ പ്രധാന തലക്കെട്ടുകൾ രഘുറാം രാജൻ മാജിക് എന്നായിരുന്നു. പക്ഷേ 2014 ആരംഭം മുതൽ സ്ഥിതി ഇതായിരുന്നില്ല. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച വിപണികൾ ഉണർന്നു. അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞതിനെ തുടർന്ന് വിലപ്പെരുപ്പത്തോത് 0 വരെയെത്തി. സാമ്പത്തിക സൂചികകളെല്ലാം മുന്നോട്ട് ചലിച്ചു തുടങ്ങി. എങ്കിലും പലിശ നിരക്കുകൾ പ്രതിസന്ധിയുടെ കാലത്ത് 3 തവണ വർദ്ധിപ്പിച്ച രഘുറാം രാജൻ നിരക്കുകൾ കുറയ്ക്കാൻ തയ്യാറായില്ല. ധനമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെയും മറികടന്ന് പലിശ നയങ്ങളിൽ മാറ്റമില്ലാതെ നിലനിർത്താനാണ് വർഷം മുഴുവനും രാജൻ ശ്രമിച്ചത്. വിലപ്പെരുപ്പം കുറഞ്ഞ സാഹചര്യത്തിലും പലിശ നിരക്കുകൾ കുറയ്ക്കാത്ത ഗവർണറുടെ നിലപാടുകൾ ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചെങ്കിലും ദക്ഷിണാശാലിയായ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ദീർഘവീക്ഷണമായി ഈ തീരുമാനങ്ങളെ കാണാനാകൂ എന്ന് വരും വർഷങ്ങളിൽ മനസ്സിലാക്കാം. മുങ്ങിത്താഴം തുടങ്ങിയ ഒരു കൂറ്റൻ കപ്പലിനെ ശക്തമായി നയിച്ച് കരയോടടുപ്പിച്ച നാവികനെ പോലെയായിരുന്നു വിശാൽ സിക്ക ഇൻഫോസിസിലേക്ക് കടന്നു വന്നത്. കടുത്ത പ്രതിസന്ധിയിൽ നിന്നും ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ IT കമ്പനിയെ തിരിച്ചു കൊണ്ടുവന്ന പ്രതിഭ. 2014 ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച CEOയും വിശാൽ സിക്ക തന്നെ. നേതൃനിരയിലെ 10 എക്സിക്യൂട്ടീവുകൾ രാജിവെച്ച് വിടവ് നികത്താനായി പുതിയ CEOയെ തെരഞ്ഞെടുക്കാൻ ഇൻഫോസിസ് വലിയ ഗവേഷണങ്ങൾ തന്നെ നടത്തി. എഗോൺ എന്ന അന്താരാഷ്ട്ര ഗവേഷണ സംഘടനയെയാണ് CEO ഹണ്ടിനായി ഇൻഫി നിയോഗിച്ചത്. എന്നാൽ എഗോണിന്റെ സാധ്യതാ പട്ടികയിൽ ഒന്നാമതുണ്ടായിരുന്ന BG ശ്രീനിവാസൻ കൂടി കമ്പനി വിട്ടത് പ്രതിസന്ധി വീണ്ടും രൂക്ഷമാക്കി. ഇൻഫോസിസ് സ്ഥാപക അംഗം കൂടിയായ നന്ദൻ നിലേക്കിനി നേതൃസ്ഥാനത്തേക്ക് വീണ്ടുമെത്തുമെന്ന പ്രതീക്ഷയും പെട്ടെന്നണഞ്ഞു. പക്ഷേ ഇൻഫോസിസ് സ്ഥാപകരായ NR നാരായണമൂർത്തിയും MV കാമത്തും ചേർന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോഫ്റ്റ്വെയർ സ്ഥാപനമായ SAPയിലെ ചീഫ് ടെക്നോളജി ഓഫീസറെ ഇൻഫോസിസിന്റെ CEO ആയി നിയമിക്കുകയായിരുന്നു. അങ്ങനെ സ്ഥാപക അംഗമല്ലാത്ത ആദ്യ CEOയെ കമ്പനിക്ക് ലഭിച്ചു. I believe is always surrounded by an outer frame of culture, of learning, of our employees, of our people, our creativity, our ability to innovate. സ്ഥാപക നേതാക്കളെല്ലാം പടിയിറങ്ങിയ ഒഴിവിലേക്ക് വിശാൽ സിക്ക കടന്നു വരുമ്പോൾ ഇന്ത്യയുടെ വ്യവസായ ലോകത്ത് മുഴുവനുമുണ്ടായിരുന്നു ഈ ആശങ്കകൾ, കൂടെ പ്രതീക്ഷകളും. എന്നാൽ ആശങ്കകൾക്ക് അർത്ഥമില്ലെന്ന് വിപണി അന്ന് തന്നെ തെളിയിച്ചു. സിക്ക പ്രഭാവത്തിൽ വിപണികളിൽ ഇൻഫോസിസ് ഓഹരികൾ കുതിപ്പ് നടത്തി. രണ്ടാം പാദത്തിലെ മികച്ച ഫലങ്ങളുമായി ഇന്ത്യയുടെ പ്രതിസന്ധികളെ ഓർമ്മ മാത്രമാക്കി സിക്ക മാജിക്. സംഭവബഹുലമായ ഒരു വർഷം കൂടി കടന്നു പോവുകയാണ്. ഇനി പുതുവർഷത്തിന്റെ പ്രതീക്ഷകളിലേക്ക്. 2015 പ്രതീക്ഷകളുടെ ഓപ്പണിംഗ് ബെൽസിനായി കാതോർക്കാം.